ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷയം. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ലോക്കോ അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് പാസ്വേഡ് ഒക്കെ വെച്ച് നമ്മൾ ലോക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ നമ്മൾ ഫോൺ കൈമാറുന്ന സമയത്ത് അവർക്ക് ആരെങ്കിലും കോൾ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫോൺ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങൾ സെക്കൻഡ് വെച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുൻപ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഒന്നുകൂടി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാസ്വേഡ് വെച്ചിട്ട് നമുക്കൊരു ആപ്പ് ലോക്ക് ഒക്കെ വെച്ച് നമുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. മാത്രമല്ല ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. പുതിയൊരു ചാനൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെക് പരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത്. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ പേര് വരുന്നിരിക്കുന്നത് അബീസ് വ്യൂസ് എന്നാണ്. ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് അബീസ് വ്യൂസ്. ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ ഹോം സ്ക്രീനിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് പലതരം അപ്ലിക്കേഷൻസ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇവിടെ നമ്മൾ പലപ്പോഴും ഫോൺ ലോക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഫ്രണ്ട്സിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഫേസ്ബുക്കാണ് കാണിച്ചിരുന്നത്. ഫേസ്ബുക്കിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ അറിയാതെ ഫോൺ നമ്മൾ മറ്റുള്ളവർക്ക് ഫ്രണ്ട്സിനൊക്കെ കൈമാറുന്ന സമയത്ത് അവർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളിന്ന് ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ഏറ്റവും ടോപ്പിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം അല്ലെ. ആ പ്രൊഫൈൽ ഐക്കണിന്റെ തൊട്ട താഴെയായിട്ട് നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. സെറ്റിംഗ്സ് മനസ്സിലാക്കി വെക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഈ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതായത് അക്കൗണ്ട്സ്, പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ ഓപ്ഷൻസ്, നമുക്ക് അത്യാവശ്യമുള്ള കുറെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് കാണിക്കും. ഇവിടെ പെർമിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പേയ്മെന്റിന്റെ താഴെ പെർമിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് കാണാം ഡിവൈസ് പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഡിവൈസ് പെർമിഷൻ എന്നുള്ളത് ഇത് നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസ് ആണ്. ഇത് വഴിയാണ് ഇവിടെ കണ്ടില്ലേ, ഞാൻ അവിടെ ക്യാമറയുടെ താഴെ നെവറാണ്. കലണ്ടേഴ്സിൽ നോട്ട് അലൗഡ് കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ താഴെ നെവറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൊക്കേഷനിൽ വൈൽ യൂസിങ് ആപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ വന്നു കഴിഞ്ഞാൽ മൈക്രോഫോൺ നെവറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം, ഇത് നമ്മുടെ ഫേസ്ബുക്ക് നമ്മൾ അറിയാതെ നമ്മുടെ വോയിസ് അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ അതൊന്നും ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ലൊക്കേഷൻ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നെവർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിൽ ഇവിടെ വൈൽ യൂസിങ് ആപ്പ് ഉണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വൈൽ യൂസിങ് ആപ്പിൽ ടിക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ കാണാം അപ്ഡേറ്റ്. ഇവിടെ നോക്കൂ, ഇവിടെ മേലോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ ഓപ്പൺ സെറ്റിംഗ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആ ഫേസ്ബുക്കിന്റെ സെറ്റിംഗ്സിലേക്ക് നേരിട്ട് പോവാണ്. അതായത് ഈ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പെർമിഷൻസ് ഒക്കെ നമുക്ക് ആ സെറ്റിംഗ്സിലാണ് നമുക്ക് മാറ്റാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് നേരെ സെറ്റിംഗ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ലൊക്കേഷൻ പെർമിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അലവ് വേണമെങ്കിൽ അലവ് കൊടുക്കാം, അല്ലെങ്കിൽ ഡോണ്ട് അലവ് കൊടുക്കാം, അല്ലെങ്കിൽ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നോക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റിംഗ്സിൽ ഒന്ന് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ തന്നെ കാണുന്ന സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ എന്തുണ്ട്, സെർച്ച് ഓപ്ഷൻസ് കാണും. സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. ഡൗൺലോഡ് ഹിസ്റ്ററി വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കാണുക, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കണ്ടില്ലേ, ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫോണ് മറ്റാരുടെയും കയ്യിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളത് ഒരു ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, യു ക്യാൻ ഡൗൺലോഡ് എ കോപ്പി ഓഫ് ദിസ്. അതായത് ഇതിന്റെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ ഒരു കോപ്പി അവർക്ക് എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പം അവർക്ക് നല്ല ഇത് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷനാണ്. പക്ഷേ അവരുടെ കയ്യിൽ നമ്മൾ ലോക്ക് ചെയ്യാതെ ഫോൺ അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലുള്ള നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തെല്ലാം കിട്ടും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. മെസ്സേജസ് കിട്ടും എന്ന് പറയുന്നുണ്ട്, ഇവന്റ്സ് കിട്ടും എന്ന് പറയുന്നുണ്ട്, നോട്ട്സ് കിട്ടും, ഫേസ്ബുക്ക് ഗെയിമിംഗ് കാര്യങ്ങളെല്ലാം കിട്ടും. ഇവിടെ കണ്ടില്ലേ, ഗ്രൂപ്പ്സിൽ നമ്മൾ നടത്തിയിരിക്കുന്ന ചാറ്റുകൾ, അതുപോലെ തന്നെ റീൽസ് കാര്യങ്ങൾ, നമ്മൾ കണ്ടതും നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കമന്റ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പേജസിൽ നമ്മൾ ചെയ്തത്, ഫോട്ടോസ്, പോളുകൾ, കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടും. ഇതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. ലൈവ് വീഡിയോസ് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതർ ആക്ടിവിറ്റീസ് ഒക്കെ പറയുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ പ്രൊഫൈൽ ഇൻഫർമേഷൻ, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മൊത്തം നമ്മൾ ഈ ഫേസ്ബുക്കിൽ കളിച്ചത് മൊത്തം അവിടെ കാണാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് അവർ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ നിന്ന് കണ്ടില്ലേ, ഇവിടെ പറയുന്നുണ്ട്, അതായത് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ സൈഡിൽ ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വേണ്ടത് ഇട്ട് കൊടുക്കാം, ഇല്ലാത്തത് ഒഴിവാക്കി കൊടുക്കാം. അതിനുശേഷം ഇവിടെ കാണുന്നുണ്ട് ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം ഏതാ ഡേറ്റ് റേഞ്ച് വേണമെങ്കിൽ താഴേക്ക് മാറ്റി ഡേറ്റ് റേഞ്ച് കൊടുക്കാം. എന്നിട്ട് ആ കാണുന്ന ഡേറ്റിൽ ഇന്നലത്തെ ഡേറ്റ് ആണ് കാണിക്കുന്നത്, അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഡേറ്റ് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഏത് വരെയുള്ള ഡേറ്റ് ആണ് വേണ്ടതെന്നുള്ളത് താഴെ ചോദിക്കുന്നുണ്ട്, അതും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 8-ാം തീയതി മാത്രമാണെങ്കിൽ നമ്മൾ 8-ാം തീയതി മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ 8-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഒരു ദിവസത്തെ 8-ാം തീയതി മാത്രമാണെങ്കിൽ 8-ാം തീയതി മാത്രം കൊടുത്തു. ഇനി താഴേക്ക് ഫോർമാറ്റ് ചോദിക്കുന്നുണ്ട്, ഏത് ടൈപ്പ് ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് ഈ സാധനം, അതായത് നിങ്ങളുടെ മൊത്തം കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ ഫേസ്ബുക്കിൽ ചെയ്തിട്ടുണ്ട് അത് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ഫോർമാറ്റിലാണ്, ഇവിടെ HTML ആണ് കൊടുത്തത്. ഇനി ഏത് ക്വാളിറ്റിയിൽ വേണം ചോദിക്കുന്നുണ്ട്, ഹൈ ക്വാളിറ്റി വേണോ അല്ലെങ്കിൽ മീഡിയം വേണോ, ഞാൻ ജസ്റ്റ് ഒന്ന് മീഡിയം കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് നമ്മുടെ പാസ്വേഡ് അറിയെങ്കിൽ, അതായത് നമ്മൾ സെക്യൂരിറ്റി പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, ഞാൻ ഇതിന്റെ മുൻപ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഡൗൺലോഡ് തന്നെ ഓപ്ഷനിലാണ് വന്ന് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ പാസ്വേഡ് അറിയുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് അവർക്ക് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, പ്ലീസ് റീ എൻ്റർ യുവർ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഫേസ്ബുക്കിലുള്ള നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും അവരുടെ കയ്യിലേക്ക് പോകും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ പാസ്വേഡ് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ചെറിയ പാസ്വേഡ് കൊടുക്കരുത്. ചില ആളുകളുണ്ട് ABC 123 അല്ലെങ്കിൽ 1234 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് ഇനി മുതൽ എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഫേസ്ബുക്കിൽ കളിക്കണമെങ്കിൽ.